മെത്രാൻ വിചാരിച്ചിട്ടും ആ തിരുവോസ്തി ഉയർത്താൻ കഴിഞ്ഞില്ല. 1225 ജർമ്മനിയിലെ ബെറ്റ്ബ്രൺ എന്ന പ്രദേശം, അവിടെയുള്ളൊരു ചെറിയ വയലാണ് ഈബ്രൺ. കന്നുകാലികൾ വെള്ളം കുടിക്കുന്ന ഒരു പൊതു കിണർ അവിടെ ഉണ്ടായിരുന്നതിനാലാണ് ആ സ്ഥലത്തിന് ഈബ്രൺ എന്ന പേര് ലഭിച്ചത്. ആ വയലിൻ്റെ ഉടമയാകട്ടെ വിശുദ്ധ കുർബാനയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് തൻ്റെ ഇടവക ദേവാലയത്തിൽ ദിവ്യബലിക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ നടക്കണമായിരുന്നു. അതിനാൽ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ദിവ്യബലിയിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. ദൈവസ്നേഹത്താൽ ജ്വലിച്ച അദ്ദേഹം എപ്പോഴും ഈശോയോട് സംസാരിക്കാനും ആരാധിക്കാനുമായി ഒരു തിരുവോസ്തി മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം താൻ നാവിൽ സ്വീകരിച്ച ദിവ്യകാരുണ്യം ആരും കാണാതെ തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചു. ദിവ്യബലി കഴിഞ്ഞ ഉടനെ അദ്ദേഹം വയലിലേക്ക് ഓടി. എന്നിട്ട് എപ്പോഴും കൊണ്ടു നടക്കാറുള്ള വടിയുടെ അറ്റത്ത് ഒരു ദ്വാരമുണ്ടാക്കി അതിൽ ദിവ്യകാരുണ്യം സ്ഥാപിച്ചു. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ആ വടി അദ്ദേഹം കൊണ്ടു നടന്നു. കന്നുകാലികൾ വിശ്രമിക്കുമ്പോൾ ആ വടി നിലത്ത് കുത്തിവെച്ച് അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹം മണിക്കൂറുകളോളം ഈശോയെ ആരാധിച്ചു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരിക്കൽ കന്നുകാലികൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഓടി അകന്നുപോയി. അവയെല്ലാം ഒന്നിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ തൻ്റെ വടിയെടുത്ത് അവയുടെ നേർക്ക് ഒന്നും ഓർക്കാതെ ഒരു ഏറ്. പെട്ടെന്ന് വടിയിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി താഴെ വീണു. താഴെ വീണ തിരുവോസ്തിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് തന്നെ തിരുവോസ്തി അവിടെ നിന്ന് എടുക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും തിരുവോസ്തി അവിടെ നിന്ന് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ട് ജനങ്ങൾ ഓടിക്കൂടി. ഉടൻ തന്നെ ഇടവക വികാരിയും അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹവും തിരുവോസ്തി നിലത്തുനിന്ന് എടുക്കാൻ പരിശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. പിന്നീട് റെഗൻസ്ബർഗിലെ മെത്രാനും സ്ഥലത്തെത്തി. അദ്ദേഹം തിരുവോസ്തി എടുക്കാൻ പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അവസാനം ആ മനുഷ്യൻ ഇങ്ങനൊരു വാഗ്ദാനം നടത്തി: ദൈവമേ, പരിശുദ്ധ കുർബാനയുടെ വണക്കത്തിനും ആദരവിനും പുകഴ്ചയ്ക്കുമായി ഇവിടെ ഒരു ദേവാലയം ഞാൻ പണി കഴിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞ ഉടൻ ദിവ്യകാരുണ്യം തനിയെ ഉയർന്ന് മെത്രാന്റെ കയ്യിലിരുന്നു. പിന്നീട് പ്രദക്ഷിണമായി ആ തിരുവോസ്തി ഇടവകയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു. 1225 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന വയലിൽ ദിവ്യരക്ഷകന്റെ നാമത്തിൽ ഒരു ദേവാലയം പണി കഴിപ്പിച്ച് ആ തിരുവോസ്തി അവിടെ സ്ഥാപിച്ചു. ഇതിന്നൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ സാധു കർഷകന്റെ വിശ്വാസത്തിന് പ്രതിസമ്മാനമായി ആ വയലിൽ ഒരു ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് വസിക്കുന്ന ഇടങ്ങളാക്കി മാറ്റണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.